Hi, I'm Lovely Abraham from Trivandrum. Good evening all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്സിന് ഫണ്ടമെൻ്റലി ആൻഡ് ഫിനാൻഷ്യലി ഒക്കെ സ്ട്രോങ് ആയിരിക്കുന്ന സ്റ്റോക്സിനെ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിന് നേരത്തെ എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതുപോലെ screener.in അതിൻ്റെ ഒരു പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് അതിൽ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അതൊരു സെർച്ച് എഞ്ചിനാണ്. നമുക്ക് ആവശ്യമുള്ള കമ്പനികളുടെ കുറേ അധികം ഫാക്ടേഴ്സ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്സ് ആയിരിക്കണം നമ്മൾ വാങ്ങിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളുടെ കാശ് എത്രയും പെട്ടെന്ന് ഡിലീറ്റായി പോകും, ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ധാർമ്മികത തന്നെയാണ് നമ്മളുടെ കാശ് ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതിനായിട്ട് നമുക്ക് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ മെറിറ്റ്സ്. നമുക്കറിയാം നമ്മളൊരു എന്ത് സാധനം വാങ്ങിക്കാൻ പോയാലും അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ ഒരു കാർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആ കാറിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യും, യൂട്യൂബ് വീഡിയോസ് കാണും, അല്ലേ? അന്നേരം നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു കമ്പനി തന്നെ ഇപ്പം മാരുതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനി, ടാറ്റ മോട്ടോഴ്സ് ആയാലും, നമ്മൾ എടുക്കാൻ പോകുന്ന കമ്പനി ഏതാണെന്ന് നമ്മൾ വണ്ടിയെ പറ്റിയുള്ള ഒരു തറോ നോളജ് നമ്മളുണ്ടായതിനു ശേഷം നമ്മൾ ആ കടയിൽ ആ സാധനം വണ്ടി വാങ്ങിക്കാനായിട്ട് പോകുള്ളൂ. നമുക്കറിയാം അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ വർഷം കാർ വാങ്ങിക്കുന്നതിന് പറ്റില്ല, വാങ്ങിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് ചിലർക്കൊക്കെ ഭൂരിപക്ഷം ആൾക്കാർക്ക് എല്ലാ വർഷമൊന്നും കാർ മാറ്റാനൊന്നും പറ്റില്ല. സോ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ കാശ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് കുറച്ച് മെറിറ്റ്സ് ഉണ്ട്. മെറിറ്റ്സ് മീൻസ് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അളവുകോൽ എന്ന് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഫണ്ടമെൻ്റൽ സ്ട്രെങ്ത്, ടെക്നിക്കലി അത് വാങ്ങിക്കാനായിട്ട് ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്ത് എടുത്ത് ഞാനൊരു ഗ്രൂപ്പ് ഓഫ് മെറിറ്റ്സ് ഉണ്ട്. അത് ഞാൻ ഒരു 6 എണ്ണമാണ് ഇന്ന് ഞാൻ screener.in അടിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അത് ഓൾറെഡി ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് T25 എണ്ണം അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് അതിൻ്റെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 6 എണ്ണം, ആദ്യത്തെ 6 എണ്ണം ആദ്യം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യും. പിന്നീട് screener.in പോയിട്ട് അത് പേസ്റ്റ് ചെയ്തിട്ട് റൺ കൊടുക്കുമ്പോൾ അത് അതിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് പേജിൽ വരും. അപ്പം നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 2000 crores അപ്പുറം അല്ലെങ്കിൽ 1500 crores പിന്നീട് അത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനിയാണോ എന്നറിയണം, പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നറിയണം. നമ്മൾ പ്രോഫിറ്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു 1500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഉള്ള കമ്പനി ആയിരിക്കണം. പിന്നെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓരോ ഷെയറിലും കിട്ടുന്ന റിട്ടേൺസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്തരം ആസ്പെക്ട്സാണ് നമ്മളത് നോക്കുന്നത്. ഞാനത് screener.in പോകുമ്പം അത് കൂടുതൽ ഇപ്പം പറഞ്ഞുതരാം. പ്ലീസ് വെയിറ്റ്.